രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. VT ബലറാമുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമാണ്. അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷമായി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ശ്രീ റെഡ്ഡിക്കാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയത്തിന് അതീതമായി MP-മാർ അക്കാര്യത്തിൽ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരള പോലീസ് നരാധപന്മാരായി മാറരുത്. അങ്ങനെ മാറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്. കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം. ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ അനാസ്ഥയുമാണ്. ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത്? ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഇട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും. വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുകയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന, കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വകുപ്പ് കുറച്ച് നാൾ കൈകാര്യം ചെയ്ത ഒരാളാണ്. ഒരു കാലത്തും ഇത്തരം പരാതികളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷന് മുകളിൽ CIO, DYSP, അതോടൊപ്പം തന്നെ SP, DIG, IG, ഇങ്ങനെ DGP, എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും സമയമില്ല. അദ്ദേഹത്തിന് ഈ പോലീസിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന്, പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു. രണ്ട്, പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഈ പോലീസുകാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു. സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഇത് ഭരണപരാജയമാണ്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. അത് പാർട്ടി തീരുമാനമാണ്. VT ബലറാമുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമാണ്. VT ബലറാമിനെ ആരും ഞാൻ ഇന്നലെ VT ബലറാമുമായിട്ട് സംസാരിച്ചു, KPCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല. അത് ഒരു പോസ്റ്റ്, ഇപ്പം ചുമതലക്കാരനല്ലല്ലോ പോസ്റ്റ് ഇടുന്നത്, അതിന് മറ്റ് സഹപ്രവർത്തകരുണ്ടാവുമല്ലോ. അവർ ചെയ്ത ഒരു തെറ്റായ കാര്യം വന്നപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു, അത്രേ ഉള്ളൂ. VT ബലറാമിനെ ആരും പുറത്താക്കിയിട്ടുമില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷമായി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ശ്രീ റെഡ്ഡിക്കാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. രാജ്യത്തിൻ്റെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഉയർന്ന നീതിപീഠത്തിൽ ഇരുന്നൊരു വ്യക്തിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അതാ ഇപ്പോൾ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായി അറിയാം. എൻ്റെ കൂടെ MP ആയിരുന്നതാണ്, രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഇതുപോലൊരു പോസ്റ്റിലേക്ക് രാജ്യസഭ കൂടെ നിയന്ത്രിക്കേണ്ട ആളാണ്. ആ പോസ്റ്റിലേക്ക് സുദർശൻ റെഡ്ഡിയെ പോലെയുള്ള ഒരു ഉന്നതനായ വ്യക്തി വരുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയത്തിന് അതീതമായി MP-മാർ അക്കാര്യത്തിൽ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.